വാർത്തകൾ വിശദമായി. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന സമരം കാപട്യം തിരിച്ചറിയുക എന്ന മുദ്രാവാക്യം മുഴക്കി യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡല നേതൃത്വത്തിൽ നഗരത്തിൽ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രീ വി രമേശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ സ്വത്തിന്മേൽ കടന്നു കയറിക്കൊണ്ട് കേരളത്തിലെ ദൃശ്യ പത്രമാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊടികെട്ടുന്ന സംഭവമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നതെങ്കിൽ ഇന്ന് രാവിലെ പരിയാരത്ത് നടന്നത് ഏകദേശം 800ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ചുമട് തൊഴിലാളികളായ CITക്കാരും അതുപോലെ തന്നെ CIT നേതാക്കന്മാരും ഇവിടെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായി മാർച്ച് നടത്തുകയെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കല്ലെറിയുകയും അതുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് പരിയാരത്ത് ഇന്ന് രാവിലെ നടന്ന സംഭവം. കാരണം ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പോലും ഇല്ലാതെ ആകെ ആശയക്കുഴപ്പത്തിലാകുന്ന ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ മാർച്ച്. ഇന്നലെ ഇടതുപക്ഷ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. ആ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് ആ ധർണ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വളരെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പാകെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. 28 ലക്ഷം രൂപ MLAയും മന്ത്രിയുമാകുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയ അടൂർ പ്രകാശ് രാജിവെക്കണമെന്നും സ്വാശ്രയ കോളേജിൻ്റെ അനുപാതം 50:50 എന്ന അനുപാതം പാലിക്കാത്ത സ്വാശ്രയ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ് രാജിവെക്കണമെന്നാണ് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പാകെ ശ്രീ VS അച്യുതാനന്ദന് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. വളരെ ദയനീയവും എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ മൗനം പാലിച്ചുകൊണ്ട് DYFI നേതാവിനെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നലെ ധർണയെ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഏകദേശം 3 ദിവസങ്ങൾക്ക് മുമ്പ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ TV രാജേഷ് പത്രസമ്മേളനം നടത്തി. കേരളത്തിലെ മുഴുവൻ ദൃശ്യ പത്രമാധ്യമങ്ങളും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. സ്വന്തം മണ്ഡലമായ ശ്രീ TV രാജേഷിൻ്റെ സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ അകത്ത് നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ, അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുതൽക്കൂട്ടാവേണ്ട രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് നടന്ന വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയുള്ള പ്രതികരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ പത്രസമ്മേളനത്തിൻ്റെ അകത്ത് സ്വന്തം നിയോജക മണ്ഡലത്തിൻ്റെ അകത്ത് നടന്ന വിദ്യാഭ്യാസ കച്ചവടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയനായ DYFI നേതാവ് കാസർഗോഡ് പത്രസമ്മേളനം നടത്തി വളരെ ലോകവും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തുന്നു. എന്താണ് പ്രതികരണമെന്ന് കേരളത്തിൻ്റെ മുമ്പാകെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി എല്ലാവരും TVയും പത്രങ്ങളും കാതോർത്തപ്പോൾ വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേരളത്തിലെ 3 കോടിയോളം വരുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ഏതൊരു അച്ഛൻ്റെയും അല്ലെങ്കിൽ ഏതൊരു രക്ഷിതാവിൻ്റെയും വികാരത്തിൻ്റെ അപ്പുറത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടന സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന മണ്ടന്മാർക്ക് അവസരം കൊടുക്കാനുള്ളതല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പ്രസംഗിച്ച DYFI നേതാവ് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ വികാരം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വഴിയിലൂടെ സീറ്റ് നേടാൻ ശ്രമം നടത്തിയതെന്നാണ് പറഞ്ഞത്. അതല്ലാതെ DYFIയുടെ ഇതിൻ്റെ അകത്തുള്ള നിലപാട് എന്താണെന്നോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തുണ്ടാകുന്ന വിവാദ വിഷയങ്ങൾ എന്താണെന്നോ എന്നതിനെക്കുറിച്ച് പോലും ഒരക്ഷരം പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അതിന് തൊട്ട് തലേ ദിവസം വളരെ പ്രതീക്ഷയോടുകൂടി CPMൻ്റെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു. CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ CH കുഞ്ഞമ്പു കഴിഞ്ഞ 3 വർഷം മുമ്പ് വാങ്ങിയ അംബാസഡർ കാർ മാറ്റി പുതിയ കാർ വാങ്ങേണ്ട ഒരു സാഹചര്യം. നിങ്ങൾക്കറിയാം, കേരളത്തിലൊരു അംബാസഡർ കാറിൻ്റെ പുതിയ വില എന്ന് പറയുന്നത് 5-6 ലക്ഷം രൂപ വരുന്ന ഒരു ഇതാണ്. അദ്ദേഹം ഒരു മുൻ MLA എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പഴയ അംബാസഡർ കാർ മാറ്റിക്കൊണ്ട് പുതിയൊരു അംബാസഡർ കാർ വാങ്ങുമ്പോൾ ആ വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി അതിന് അവസരം കൊടുത്തു. അതേ ജില്ലാ സെക്രട്ടറി മറ്റൊരു കാര്യം പറഞ്ഞു. കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ AK നാരായണൻ വീട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് അനുമതി നൽകിയെന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അവിടെയും DYFIയുടെ നേതാവിനെതിരെ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നു. ഒരു മുൻ MLA കാറ് മാറ്റി വാങ്ങുന്ന കാര്യം ചർച്ച ചെയ്ത് അതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി അനുമതി കൊടുക്കുന്നു.
ഒരു മുൻ ജില്ലാ സെക്രട്ടറി അവിടെ വീട് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ബാങ്ക് വായ്പ എടുത്തുകൊണ്ട് പുനർനിർമ്മാണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിന് പാർട്ടി അനുമതി നൽകുന്നു. കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര വലിയ ഒരു ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാതെ സ്വന്തം താല്പര്യം സംരക്ഷിച്ച മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ കാസർഗോഡ് ജില്ലക്കകത്തുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വകതിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ CPM നേതൃത്വം മുമ്പോട്ട് പോകുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് P. നായർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ, M. ഹസീനാർ, ഷാജിദ് മൗവൽ, അനിൽ വാഴുന്നൂറടി, ജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.